കോഴിക്കോട് ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിതയുടെ ഫോൺ വിശദമായി പരിശോധിക്കാൻ പോലീസ്. ചിത്രീകരിച്ച 7 വീഡിയോകളും എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നിഗമനം. ഷിംജിതയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നും പരിശോധിക്കും. ഷിംജിതയ്ക്കായി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ബസിൽ ലൈംഗികാതിക്രമം നേരിട്ടെന്ന ഷിംജിതയുടെ പരാതിയിലും പോലീസ് അന്വേഷണം തുടങ്ങി. ബസ് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും തുടർ നടപടികൾ. സിനോജ് തോമസ് ചേരുന്നു. സിനോജ് കസ്റ്റഡിയിലെടുത്ത ശേഷം അറസ്റ്റിലായ ശേഷം ബസിൽ ലൈംഗികാതിക്രമം നടന്നുവെന്ന് തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ഷിംജിത. പോലീസിൽ പരാതിയും അതിനുശേഷം നൽകിയിരുന്നു. എന്താണ് ഇനി അന്വേഷണത്തിന്റെ നീക്കങ്ങൾ? ഷിംജിതയുടെ ഫോണിലെ 7 വീഡിയോകൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് തുടർ നടപടികൾ? ആര്യ, ഗുഡ് മോർണിംഗ്. അതായത് നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതിന് ഷിംജിതയെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യും. കസ്റ്റഡി അപേക്ഷ ഒരുപക്ഷെ ഇന്ന് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയേക്കും. നാളെയാണ് ഷിംജിതയുടെ ജാമ്യാപേക്ഷ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നത്. നിലവിൽ മഞ്ചേരി ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് ഷിംജിത. ഇതിനിടയിലാണ് സഹോദരൻ ഇമെയിൽ വഴി കണ്ണൂർ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഷിംജിതയെ ബസ് യാത്രയ്ക്കിടെ ഒരാൾ ലൈംഗികാതിക്രമം നടത്തി എന്ന തരത്തിലുള്ള പരാതിയാണ് നൽകിയിരിക്കുന്നത്. അതായത് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ ആത്മഹത്യയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി ഷിംജിതയ്ക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ അറസ്റ്റ് ഉറപ്പായിരുന്നു. അതിന് പിന്നാലെയാണ് ഷിംജിത പരാതി നൽകാൻ തയ്യാറായത്. ഈ മാസം 16-ാം തീയതി സംഭവം ഈ വീഡിയോ ചിത്രീകരിച്ചിട്ടും അന്നോ അതിനുശേഷമോ പരാതി നൽകാൻ ഷിംജിത തയ്യാറായിരുന്നില്ല. ദീപകിന്റെ മരണത്തിന് ശേഷം പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ഷിംജിത പരാതി നൽകാൻ തയ്യാറായത് എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഷിംജിയുടെ ഫോൺ പോലീസ് പിടിച്ചെടുത്തിരുന്നു. ആ ഫോൺ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. കാരണം അതിനകത്തുണ്ടായിരുന്ന ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തിന് ആ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്തു? എന്തെങ്കിലും മറയ്ക്കാനുള്ള സാഹചര്യം അതിന് പിന്നിലുണ്ടോ? ഒപ്പം തന്നെ 7 ദൃശ്യങ്ങളാണ് ഷിംജിതയും ദീപക് ഉൾപ്പെടുന്ന 7 ദൃശ്യങ്ങളാണ് ബസ്സിൽ നിന്ന് പകർത്തിയത്. അതിൽ ചില ദൃശ്യങ്ങളാണ് എഡിറ്റ് ചെയ്ത് സ്ലോ മോഷനിലാക്കി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ഇത്രയധികം വീഡിയോ ദൃശ്യങ്ങൾ എടുത്തത്? അതെന്തിനു വേണ്ടി എഡിറ്റ് ചെയ്തു? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എന്തിന് ഈ വടകരക്കാരിയായ ഷിംജിത പയ്യന്നൂരിൽ അന്നേ ദിവസം പോയി തുടങ്ങിയ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അസ്വീകാര്യമായ ഒന്നും കണ്ടില്ല എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ബസ് ജീവനക്കാരും ഒരു ഷിംജിതയ്ക്ക് അല്ലെങ്കിൽ ദീപകിന് അനുകൂലമായ മൊഴി തന്നെയാണ് ബസ് ജീവനക്കാർ നൽകിയിരിക്കുന്നത്. അത്തരത്തിലൊരു സംഭവം ബസ് ജീവനക്കാർ അറിയുകയോ അവരുടെ അറിവിലേക്ക് ആരെങ്കിലും പറയുകയോ ചെയ്തിട്ടില്ല. CCTV ദൃശ്യങ്ങൾ അങ്ങനെ കാണാനുമില്ല. പോലീസ് പരിശോധിച്ചപ്പോഴും ഈ ഷിംജിത പറയുന്ന പോലെ ഒരു അതിക്രമം പോലീസിന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അതാണ് കോഴിക്കോട് ദീപകിന്റെ ആത്മഹത്യയിൽ ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം.